ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് റവയും ഉപയോഗിച്ചൊരു 4 മണി പലഹാരമാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അധികം എണ്ണ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ആദ്യം കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത് വരഞ്ഞു കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തൊലി പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടോട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ടാകും. നമുക്ക് തുറന്നു നോക്കാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഒരു സവോള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റണം. സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പൊടി വഴന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. മല്ലിപ്പൊടി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വഴറ്റണം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ശരിക്കൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റോളം നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിൽ അല്പം എണ്ണ തടവി നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത ഓരോ ഉരുളകളും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ നഗ്ഗറ്റ്സിൻ്റെ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ തയ്യാറാക്കി വെച്ചതെല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ നഗ്ഗറ്റ്സും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്ത് തിരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ട് അധികം എണ്ണ ഉപയോഗിക്കാതെ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി.